നമസ്കാരം. ലാൽസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ നമ്മൾ ചെയ്ത നേഴ്സസിൻ്റെ ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട വീഡിയോ കണ്ട് ധാരാളം പേർ ആ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു എന്ന് അറിയാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇന്നത്തെ വീഡിയോയും ആ ഒരു ഗണത്തിൽപ്പെട്ട വീഡിയോ തന്നെയാണ്. കാരണം അയർലൻഡിലേക്ക് വരാനായി കാത്തിരിക്കുന്ന NMBI രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഒരു വർഷം തീരാറായവരും അതുപോലെ തന്നെ IELTS അല്ലെങ്കിൽ OET റിസൾട്ട് എക്സ്പയർ ആകാറായവരും ധാരാളം നാട്ടിലുണ്ട്. എല്ലാവരും ഏതെങ്കിലുമൊക്കെ രീതിയിൽ അയർലൻഡിലേക്ക് വരാനായി കാത്തിരിക്കുന്നവരാണ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ ഇപ്പോൾ കാര്യമായ ഇൻ്റർവ്യൂസ് ഒന്നും നടക്കാത്തത് കൊണ്ട് ശരിക്കും പെട്ടുപോയല്ലോ എന്ന് ഓർത്തിരിക്കുന്ന ആളുകളാണ് കൂടുതലും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ വരുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അതൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വേക്കൻസിയെക്കുറിച്ചാണ്. വീഡിയോയുടെ വിശദവിവരങ്ങളിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതുമായിരിക്കും. പീഡിയാട്രിക് നഴ്സസിന് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഡബ്ലിൻ ഏരിയയിലേക്ക് ആണ് പോസ്റ്റിംഗ്. മാത്രമല്ല ഇതൊരു ഫുൾ ടൈം കോൺട്രാക്റ്റ് കൂടിയാണ്. പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഒക്കെ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. പീഡിയാട്രിക് ICU, അതായത് PICU, പീഡിയാട്രിക് ഓൺകോളജി, പീഡിയാട്രിക് ED, റീനൽ ആൻഡ് മെറ്റബോളിക് പീഡിയാട്രിക്, അതുപോലെ തന്നെ പീഡിയാട്രിക് OTയിലേക്ക് നിങ്ങൾക്ക് പീഡിയാട്രിക് എക്സ്പീരിയൻസ് വേണമെന്ന നിർബന്ധമില്ല. സാധാരണ OT എക്സ്പീരിയൻസ് ആയാലും മതി. ഇനി ഇതിൻ്റെ എസൻഷ്യൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് OT ഒഴിച്ച് മറ്റെല്ലാത്തിനും പീഡിയാട്രിക് എക്സ്പീരിയൻസ് നിർബന്ധമാണ്. എന്നാൽ എത്ര വർഷം എക്സ്പീരിയൻസ് എന്ന് അവർ പറയുന്നില്ല. അതുപോലെ തന്നെ IELTS അല്ലെങ്കിൽ OET റിസൾട്ട് കൂടാതെ NMBI രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. ഇതിൻ്റെ ബെനിഫിറ്റുകൾ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ വേക്കൻസിയുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോകളിലും സ്ഥിരമായി പറയാറുള്ളതാണ്. എന്നാലും ഒന്നുകൂടി പറയാം. ആദ്യം നമുക്ക് സാലറി തന്നെ നോക്കാം. 36,919 യൂറോ മുതൽ 54,928 യൂറോ വരെയാണ് പ്രതിവർഷം നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി. അതുപോലെ തന്നെ ഇതൊരു പെർമനൻറ്റ് ഫുൾ ടൈം പോസ്റ്റാണ്. ഒരാഴ്ചയിൽ നിങ്ങളുടെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് 37.5 അവേഴ്സാണ്. കൂടാതെ 24 ഡേയ്സ് ആനുവൽ ലീവ് ആൻഡ് 10 പബ്ലിക് ഹോളിഡേയ്സ് നിങ്ങൾക്കൊരു വർഷം കിട്ടുന്നതായിരിക്കും. മറ്റൊരു പ്രധാന ബെനിഫിറ്റ് ഇതൊരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ആണ് എന്നുള്ളതാണ്. അതായത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തുടർ പഠനങ്ങൾക്ക് ഇവർ സാഹചര്യം ഒരുക്കി തരുന്നുണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ ചിലവാകുന്ന ക്യാഷൊക്കെ ഇവിടെ വരുമ്പോൾ അവർ റിയംബേഴ്സ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. മറ്റനേകം ബെനിഫിറ്റുകളും ഇവർ പറയുന്നുണ്ട്. പീഡിയാട്രിക്കിലും അതുപോലെ തന്നെ OTയിലുമൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്. ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഇമെയിൽ IDയിലേക്ക് അല്ലെങ്കിൽ വെബ്സൈറ്റിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിലൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കുക. KCR എന്ന ഏജൻസിയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് KCR ടീമിൽ നിന്നും കിട്ടുന്നതും ആയിരിക്കും. മാത്രമല്ല നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അവർ അതിനുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതും ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പീഡിയാട്രിക്കിലോ OTയിലോ എക്സ്പീരിയൻസ് ഇല്ല എങ്കിലും KCRലേക്ക് നിങ്ങളുടെ CV സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കാരണം അവർക്ക് മറ്റ് വേക്കൻസികൾ ഉണ്ടാകുമ്പോൾ ഈ CVകളും അവർ പരിഗണിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും KCRലേക്ക് ഡയറക്റ്റ് മെയിൽ ചെയ്ത് നിങ്ങളുടെ CV കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന റെഫറൻസ് നമ്പർ കൂടി നിങ്ങളൊന്ന് കോട്ട് ചെയ്യണം. കാരണം അത് നിങ്ങളുടെ ബയോഡാറ്റ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനായി ഏറെ ഉപകരിക്കുകയും ചെയ്യും. മാത്രമല്ല വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ പേജിൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു കാര്യം കൂടി ഓർപ്പിച്ചുകൊള്ളട്ടെ, ഈ വേക്കൻസിയുമായിട്ടോ ഈ ഏജൻസിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കോ ഞങ്ങളുടെ ചാനലിനോ യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ളതാണ്. വേക്കൻസിയെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞു, അത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു, അത്രമാത്രം. ഈ വീഡിയോ അയർലൻഡിലേക്ക് വരാൻ കാത്തിരിക്കുന്ന നേഴ്സസ് ആയിട്ടുള്ള എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.